അൽഹംദുലില്ലാ ആഗ്രഹിച്ച് ആ ദിവസം വന്നെത്തിട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമല്ലേ. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, എൻ്റെ അടുക്കള പണികളൊക്കെ കഴിച്ചു ഞാനൊന്ന് കാണാൻ പോവാന്ന് വെച്ചുട്ടാ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനെയുള്ള ലെവലിൽ ഞാനും തന്നെ അങ്ങോട്ടാണ് പോയി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി TK വ്ളോഗ്സ്. അപ്പോൾ അത് ഇന്നലെ റബീഉൽ അവ്വൽ ഒന്നായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വൈകുന്നേരത്തിന് കടി മമ്പയറാണ് കേട്ടോ വെക്കുന്നത്. ഇത്തിരി വെള്ളം ഉപ്പും ചേർത്തുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വെച്ചു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വന്നതിന് ശേഷം അത് റെഡി ആയിട്ടാണ്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ 2 വെളുത്ത ഉള്ളിയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും വേപ്പിലയും ഒന്ന് വറവിട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. പിന്നെ ഈ സീക്കുമ്പോൾ തന്നെ ചായയും വെച്ചിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും തന്നെ ഒരിത്തിരി പഞ്ചസാരയും കൂടിയാണ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നലെ പിന്നെ ഫിനുമോൾക്ക് എക്സാം ഒന്നായിരുന്നു കേട്ടോ. രാവിലെ അവളത് കഴിഞ്ഞ് നേരത്തെ തന്നെ വന്നിരുന്നു. ഷിബിലു മോനാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ അവനക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിലും വലിയൊരു തീർത്തി ഉണ്ടായിരുന്നു. റബീഉൽ അവ്വൽ ഒന്നായിട്ട് നമ്മുടെ അടുത്തുള്ള പള്ളി ഉണ്ടല്ലോ, അതിൽ പിന്നെ റാലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള 2-3 വീടുകൾക്കാണ് കേട്ടോ പോവുക. അപ്പോൾ പിന്നെ അതിനുള്ള ഭയങ്കര ഒരു ധൃതിയിലായിരുന്നു. ഷിബിലു മോനെ പെട്ടെന്ന് തന്നെ വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അങ്ങനെ അവർ വന്ന് പെട്ടെന്ന് ചായ കൂടി നിസ്കാരവും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ഇത് ഇറങ്ങിയിട്ടാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ 4:30 പതാക ഉയർത്തുന്നു പറഞ്ഞതായിരുന്നു. ഇവിടെ തന്നെ ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരും തന്നെ ഒന്ന് വരാനും വൈകിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം 5 മണിയായിട്ട് പതാക ഉയർത്തിയപ്പോൾ അങ്ങനത്തെ അൽഹംദുലില്ലാ എല്ലാവരും കൂടി പതാക ഉയർത്താണ്. പള്ളിയിൽ ഉസ്താദാണ് കേട്ടോ ഈ നിൽക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, പിന്നെ നമ്മുടെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു പരിപാടിയൊന്നുമല്ല കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് അത്യാവശ്യപ്പെട്ട വീടുകളിലൊന്ന് കയറും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ രാത്രി കുട്ടികളുടെ പരിപാടി ഉണ്ടാക്കാറുണ്ട്. അത് പിന്നെ റബീഉൽ ആഖിറിലൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറ്. ഇപ്പോൾ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നടത്താമെന്ന് മാത്രം. അങ്ങനത്തെ അൽഹംദുലില്ലാ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവർ ഒരു 3-4 വീടുണ്ട്, അത്യാവശ്യപ്പെട്ട വീടുകൾക്കാട്ടോ. ഇങ്ങനെ എല്ലാ വർഷവും ഫസ്റ്റത്തെ ദിവസം റബീഉൽ അവ്വൽ ഫസ്റ്റിന് ഇവർ ഇങ്ങനെ ഒരു ചെറിയ റാലി സംഘടിപ്പിക്കാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഹിഫ്ളുൽ ഖുർആനിലത്തെ കുട്ടികളും ദർസിലെ കുട്ടികളും പിന്നെ ഇവിടെയുള്ള കുറച്ച് കുട്ടികളും പിന്നെ കുറച്ച് രക്ഷിതാക്കളും ഉണ്ടാവും കേട്ടോ. അവർ ചെറിയൊരു റാലി നടത്താറാണ്. അങ്ങനത്തെ പിന്നെ ദുആ ചെയ്യാണ് കേട്ടോ. ഇങ്ങനൊരു കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം വേറെയാണ് അല്ലേ. ഏതായാലും ആഗ്രഹിച്ച് ആ ദിവസം വന്നെത്തിട്ടോ. അങ്ങനെ റാലി തുടങ്ങി. അങ്ങനെ അവർ നമ്മുടെ അങ്ങാടിയിലെത്തിയിട്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോവുള്ളൂ കേട്ടോ. പിന്നെ അവിടുന്ന് അവർ തിരിച്ചിങ്ങോട്ട് തന്നെ തിരിച്ച് വരും ചെയ്യും. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് മഴ അങ്ങനെ ഓടി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അതിലേക്ക്. അപ്പോൾ ഞാനും നമ്മുടെ അടുത്ത വീട്ടിലെ താത്തമാരൊക്കെ നമ്മുടെ ആങ്ങളുടെ വീടുണ്ടല്ലോ പള്ളീൻ്റെ അടുത്തുള്ള, അതിൽ പോയി നിന്ന് കാണുകയായിരുന്നു കേട്ടോ. കണ്ടില്ലേ എന്താ ഭംഗിയില്ലേ, ഒക്കെ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് അത് കാണാൻ പ്രത്യേക വൈബാണല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. അങ്ങനെ അവർ പോയി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിന്നെ സൈതാലിക്കുട്ടി ഹാജി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങളൊക്കെ അറിയുന്നുണ്ടാവും, നമ്മുടെ സിൽവാൻ്റെ കടകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഓണറും കൂടിയാണ്. പിന്നെ അവരെ വീട്ടിലെത്തി. വീഡിയോ ഫുള്ള് ഇളകുന്നുണ്ടാവില്ലേ, അത് നമ്മൾ ഷിബിലു മോൻ എടുത്തോട്ടെ, നടക്കുമ്പോൾ അങ്ങനെ എടുക്കല്ലേ, അതാണ്ട് അങ്ങനെ വീഡിയോ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലല്ലോ, നിങ്ങളൊക്കെ അത് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ അവരവിടെ എത്തിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ദർസ് കുട്ടികളും ഹിഫ്ളുൽ ഖുർആൻ കുട്ടികളൊക്കെ നമ്മുടെ പിന്നെ പള്ളിയിൽ പുതുതായിട്ട് വന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർക്കും തന്നെ ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷം കൂടിയായിരിക്കും അല്ലേ. റബീഉൽ അവ്വലിൻ്റെ ഫസ്റ്റിൽ അന്ന് ഇങ്ങനെ ഒരു റാലി പോകാമെന്ന് വെച്ചാൽ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം കൂടിയായിരിക്കും അല്ലേ. ഉസ്താദും തന്നെ പുതിയ എണ്ണതാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരവിടുന്ന് ചിക്കൻ റോളായിരുന്നു പറഞ്ഞത്. അതൊക്കെ കഴിച്ചതിന് ശേഷം വേറെ ഒരു വീടും കൂടി ഉണ്ട്, ഹുസൈൻ ഹാജി എന്ന് പറയുന്ന അവിടെ വീട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടുന്ന് തന്നെ മധുരങ്ങളൊക്കെ വാങ്ങി അവർ അടുത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഓരോരോ വഴിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഓരോന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ വർഷവും ഫസ്റ്റത്തെ ദിവസം ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ പിന്നെ അവരൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷിബിലു മോനെ വീട്ടിലേക്ക് വരുന്ന വരവാട്ടി കാണുന്നേ.
മിഠായില്ലേ? മിഠായി കൊടുത്തോർക്ക് കാണട്ടെ. ചെറിയ റാലിയല്ലേ. അവന് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ റൂമിലായിരുന്നു അതാട്ടോ ആ സീനാ കണ്ട കേട്ടോ. പിന്നെ അപ്പോൾ അത്യാവശ്യത്തിന് മിഠായികളൊക്കെ അവനക്ക് കിട്ടിയിരുന്നു. പിന്നെ ഇതിന് കൂടുതലൊന്നും കിട്ടില്ലല്ലോ, ചെറിയൊരു റാലി അല്ലേ. എങ്ങനായാലും ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12-ന് പിന്നെ ഉഗ്ര ഒരു റാലി ഉണ്ടാവും കേട്ടോ. അതിനാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും നടത്തുക കേട്ടോ. പിന്നെ നമ്മളെ പള്ളി കണ്ടില്ല ഞങ്ങൾ, നമ്മളെ ഇക്കട ഫ്രണ്ട്സുകളും കൂടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് രാവും പകലും ഇല്ലാതെ മെനക്കെട്ടിരുന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ. എത്ര ദിവസമായി എന്നറിയാം അവർ ഇതിനു വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അല്ലാഹു അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകട്ടെ അല്ലേ. കുറേ ദിവസമായിട്ട് അവരിതിൻ്റെ കാല് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നടക്കുന്നു. നമ്മുടെ റോഡിൻ്റെ അവിടുന്ന് മദ്രസ വരെ ലൈറ്റുകളൊക്കെ അലങ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് രാത്രിക്കത്തെ സീനാണ് കേട്ടോ. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മൗലൂദ് തുടങ്ങിയില്ലേ. അപ്പോൾ രാത്രിക്കത്തെ മൗലൂദും ആണ് കേട്ടോ. പിന്നെ മൗലൂദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചീരണി ഉണ്ടാവും. ഓരോരോ ദിവസം ഓരോരോ ആൾക്കാർ ഏറ്റെടുക്കും. അപ്പോൾ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.